നിന്നെ ഈ ഭാഗത്തും കുറെ ആളായിട്ട് കാണാറില്ല. നീ എവിടെയായിരുന്നു? നിന്റെ നിപ്പൊന്നും ശരിയല്ലല്ലോ. നിന്റെ നിപ്പിൽ എന്തോ ഒരു പരിക്കുണ്ട്. ഞാൻ ജോലിക്ക് പോകാൻ ഞാൻ പൊക്കോളാം. നിനക്ക് എന്തോ ഒരു വെപ്രാളത്തിന് മോങ്ങണ്ട അറിയാം. എന്തോ കാര്യമുണ്ട്. സത്യം പറയാ, നീ ഒരു പെണ്ണായിട്ട് ചുറ്റിക്കളിക്ക് സത്യം നീ പറയാം. ഉള്ള പറയാം. അങ്ങനൊന്നും ഇല്ല. നീ ഉള്ളത് പറയണം. നീ വാങ്ങ. എടാ ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നോടായിട്ട് പറയാം. എല്ലാ ദിവസവും പിങ്ക് ചുരിദാറിട്ട് പെണ്ണ് വരും. എല്ലാ ദിവസവും പിങ്ക് ചുരിദാർ? അയ്യേ, അങ്ങനെയല്ല. എല്ലാ ദിവസവും പിങ്ക് ചുരിദാറെന്ന് പറഞ്ഞാൽ ഞാൻ ആ പെണ്ണിനെ ആദ്യം കാണുമ്പോ പിങ്ക് ചുരിദാറായിരുന്നു. പിന്നെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് കറുപ്പ് ചോപ്പ കുറെ കളർ ഉണ്ടല്ലോ. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പിങ്ക് ചുരിദാറിട്ട പെണ്ണിന്റെ പേരെന്താണ്? പിങ്കി. അല്ലടാ, ഒടുക്കത്തെ ഐശ്വര്യമാണ് അവളെ കാണാൻ. അവിടെ ഇന്നവള് വരും. അവളെ കാണുമ്പോ വേണം എനിക്ക് എന്റെ മനസ്സിലുള്ള കാര്യം പറയാം. എന്ത് കാര്യം? എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. അതെ, ഞാനിന്ന് ലീവ് എടുക്കണേ. എന്തിന്? പെണ്ണാണ് ഞാനുണ്ട്. നീ എന്തിനാ പെണ്ണാണെന്ന്? ഞാനല്ല നിന്റെ കൂട്ടുകാരൻ. ഞാൻ പെണ്ണിനെ കണ്ടതാണ്, പിന്നെ നീ എന്തിനാ കാണുന്നേ? എടാ, കൂട്ടുകാരനാവുമ്പോ പെണ്ണാണ് ഞാനല്ലേ വരണ്ടേ? അങ്ങനെ ഒന്നും ഇല്ല, അതൊക്കെ പണ്ട്. എന്റെ പൊന്നോ, എന്തൊരു പെണ്ണാണാവും. എന്റെ പൊന്നെ, എനിക്ക് അവളോട് ജസ്റ്റ് പറഞ്ഞാൽ മതി. നീ അവളൊന്ന് നിപ്പുണ്ട്, നീ മിണ്ടാൻ നിൽക്കണ്ട. ഞാൻ അവളോട് പറയാൻ പോകണം. അയ്യേ, എന്താണ്? ഇതാണ് നീ ബസ് സ്റ്റോപ്പിൽ കണ്ടുപിടിച്ച മുതല്. എന്താണ് കുഴപ്പം? എടാ, നിനക്ക് ചേരൂലടാ. എങ്ങനെ നിനക്കറിയാം? കണ്ടറിഞ്ഞൂടെ? എന്താണ് കണ്ടൊരു അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിച്ച് നിനക്ക് ചേരൂല. എടാ, ചുമ്മാ ഉടായിപ്പ് പറയലടാ. എനിക്കത് സിങ്ക് ആവൂടോ. നിനക്ക് അങ്ങനെ സിങ്ക് ആവും? നിന്റെ ചേട്ടൻ എന്ത് ചെയ്യണം? ബാങ്കിലാണ്. ചേച്ചിയാ? കസ്റ്റംസിൽ. അമ്മയാ? അമ്മ ടീച്ചറായിരുന്നല്ല. അച്ഛനാ? അച്ഛൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ. എടാ, എന്തൊരു നല്ല തറവാടല്ല. അത് കോയിക്കൽ തറവാട് ഫേമസ് അല്ലേ? എടാ, നിനക്ക് ചേരൂലേ കുട്ടി? അതെങ്ങനെയാണ് ചേരൂല? ഞാനായിട്ട് ഭയങ്കര സിഗ്നൽ. നീ നോക്കിയേ. എടാ, എനിക്ക് എന്റെ കുടുംബത്തിനൊരു മഹിമയുണ്ടല്ല, അത് മതി. നല്ല കുടുംബത്തില് കുറെ തറകൾ എനിക്ക് വെറുതെ അല്ല. പൊന്നിന് ആവശ്യമില്ലാതെ പറയല്ലേട്ടാ. ഞാൻ അവിടെ അടുത്ത് പറയാൻ പോവാണ്. നീ പറയല്ലേ? ഞാൻ പറയട്ടാ. പെണ്ണിന്റെ അടുത്ത് പറയുമ്പേ പേരൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് പറയണ്ടേ? പേരൊക്കെ എനിക്കറിയാലോ. എടാ, പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നീ പേര് കറക്റ്റ് ആയിട്ട് പറയണമല്ലോ. പേരൊക്കെ അറിയാലോ. നിന്റെ പേരെന്താണ്? സുരേഷ്. അതെന്റെ പേരല്ലേ? സനുവാ? അല്ല, മനു. എനിക്കറിയാം, നീ വെറുതെ ടെൻഷൻ ആകല്ലേ. പെണ്ണിന്റെ അടുത്ത് പ്രണയം പറയുമ്പോ നീ ആ പെണ്ണ് നിന്റെ അച്ഛന്റെ പേര് ചോദിക്കുന്നു വെക്കാം. നീ കറക്റ്റ് ആയിട്ട് പറയണ്ടേ? എനിക്കറിയാം എന്റെ അച്ഛന്റെ പേര്. എന്റെ അച്ഛന്റെ പേര് ചോദിച്ചാൽ നീ പറയോ? എന്താ എന്റെ അച്ഛന്റെ പേര്? രാമമോഹൻ. എന്റെ അച്ഛന്റെ പേരില്ലേ? സുകുമാരൻ നായർ. ഞാൻ പറഞ്ഞോളാം, നീ വെറുതെ എന്നെ ഇടക്കിടക്ക് വിളിക്കണ്ടേ? എന്താടാ? നീ വിളിച്ചില്ലേ? നീ വിളിച്ചില്ലേ? തോന്നിയിരിക്കും. അതെ, നീ ഇന്നൊന്നും പോയി ശരിയാവില്ല. പിന്നെ നീ മുട്ടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് കറക്റ്റ് ആയിട്ട് വേണം പറയാം. നീ അവിടെ പോയി മുട്ടിയൊക്കെ സെറ്റ് ആക്കി ആ ഭാഗത്ത് ഒരുപാട് നാളായി കുട്ടിയോട് ഒരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെങ്ങനെ പറയണമെന്ന് എനിക്കൊരു എങ്ങനെ പറയണം ചേട്ടാ? എടാ, നീ ആ പെണ്ണിനെ പറഞ്ഞിട്ടല്ലോ. ഞാൻ പറഞ്ഞോടും. എടാ, ഞാൻ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള പെണ്ണാണ്, ഞാൻ പറഞ്ഞോടും. അതുകൊണ്ട് ഞാൻ നിനക്ക് കാണിച്ചു തരണം. ചോദിക്കട്ടെ? പോയില്ലടാ, ഇവിടെ ഉണ്ടടാ, എനിക്കറിയാടാ. നീ ചോദിക്കണം. ഞാൻ ചോദിക്കും. ചോദിക്കട്ടെ? തീപ്പെട്ടി ഉണ്ടോ? സിഗരറ്റ്? ഒരു സവാളോടെ 2 ചായ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ വീട്ടിലൊന്ന് സംസാരിക്കട്ടെ? അതാണ് ഞാൻ പറയാം. നീ പറയണ്ട, ഞാൻ പറഞ്ഞു. കുട്ടി എല്ലാ ദിവസവും ഞാൻ കുട്ടിയെ കാണാറുണ്ട്. എനിക്ക് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിലൊന്ന് സംസാരിക്കട്ടെ? ചേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കും. എന്റെ അച്ഛനും അമ്മയും ചൂണ്ടിക്കാണിക്കുന്ന ഒരാളെ ഞാൻ കെട്ടും. അത് കൊള്ളാം. അച്ഛനമ്മേനെ കുരങ്ങനെ ചൂണ്ടിക്കാണിച്ച മോള് കെട്ടോ? അനാവശ്യം പറയണം. കുട്ടിക്ക് പ്രശ്നമില്ലല്ലോ. അവര് സമ്മതിച്ചാ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരിയായ സെറ്റായ അയ്യോ, ഇവിടെ നിന്റെ ചേട്ടനോട് പോയി. അയ്യേ മോളെ,
എനിക്കിഷ്ടമുള്ള ഇത് ഞാൻ പകരം എന്ത് ചെയ്യാനാ? ഞാൻ അമ്മാനെ വിളിച്ചോണ്ട് വരാം. നിന്റെ ഒരമ്മാവനാ? എനിക്ക് 5 അമ്മാവനാണുള്ളത്. എടാ ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്ത 5 അമ്മാവന്മാരുണ്ടായിട്ട് എന്താണ് കാര്യം? എനിക്ക് ഒരേ ഒരു അമ്മാനെ. അമ്മാനെ ആരെ കരളിയാണ്. കരളിയാ അല്ല കൈരളി. കൈരളിയാ? ഓ അല്ല കളറിയാണ്. വിളിച്ചോണ്ട് വരണ. പണി തരാടാ. പോടാ. ഇന്ന് അമ്മാനെ വിളിച്ചോണ്ട് വരുമോ? ആര് വിളിച്ചോണ്ട് വരുമോ? പിന്നെ എനിക്കുണ്ടമ്മാവൻ. ആഹാ നിന്റെ അമ്മാവനുണ്ട് കരാട്ടെ ബായി. എവിടാ നീ? പിന്നെ അമ്മാവൻ 18 കളരിക്ക് ആശാൻ. നിന്റെ ശിഷ്യൻ അരിങ്ങോട്ട് അരിഞ്ഞ് തല്ലി എന്റെ അമ്മ വന്നടാ. നോക്കടാ രാജരാജ വിജയ ഗുരുക്കന്മാരെ. തല്ലമ്മാവ ഓടകം കണ്ണമർത്തി വെച്ച് പാട. പത്ത് പച്ചമുട്ട ഒരു സോഡ. എന്തിനാ? എടാ 10 പച്ചമുട്ട ഒരു സോഡ കഴിച്ച് പട്ടിയെ പോലെ 10 കിലോമീറ്റർ ഞാൻ ഓടും. അതാണ് എന്റെ ശൈലി. അതെന്തിനാണ്? എടാ 18 ആളിൽ നിന്ന് തല്ലുന്നവരല്ലേ ഞാൻ. അതുകൊണ്ട് എടാ 18 ആളിൽ നിന്ന് തല്ലിക്കഴിഞ്ഞാൽ ക്ഷീണിച്ചു പോലേ. അപ്പൊ 19 ആള് വന്നാ അവൻ എന്നെ തല്ലും. 18 ആളിൽ നിന്ന് തല്ലി ക്ഷീണിച്ചിരിക്കുമ്പോ ഒരാളെ തന്നെ തല്ലാൻ ലേസി ആയിട്ട്. ശരിയാണ്. എവിടാ നിന്റെ അമ്മാനെ? എവിടാ? കൊറേ നേരമല്ല നീ തല്ലിക്കും കൊല്ലിക്കും പറയണ. തല്ലിക്കും അയാളെ തല്ലാൻ പറ്റടാ എന്നിട്ട് പറയാം. ചെല്ലമ്മ തല്ല്. എന്നെ തൊടാൻ പറ്റൂല. എന്താ എനിക്ക് വല്ല കുഷ്ഠം? എന്നെ തൊടാൻ പറ്റൂല. എന്റെ പിന്നിൽ കറുത്ത കൈകളുണ്ട്. എന്റെ കയ്യിൽ 2 കൈയേ ഉള്ളൂ. അല്ല കറുത്ത ഒരു മനുഷ്യനുണ്ട്. ആരാണത്? എന്റെ അമ്മാവൻ. ആരാണത്? സെമ്പായി, കരാട്ടെ സെമ്പായി. ഓ എനിക്കറിയാം. ആ ഗസൽ ഗായകൻ മുംബൈ. മുംബൈ അല്ല സെമ്പായി. ഞാൻ വിളിച്ചിട്ട് വരും. കാഞ്ചന എടാ കുറച്ച് കഴിയുമ്പോഴേ അവനെ തല്ലിക്കൊല്ലും. കുറച്ച് കഴിയുമ്പോ അവന് കുഴി കുത്താൻ വേണ്ടി തെക്ക് അന്വേഷിക്കണം. അതെ എനിക്ക് 1 മണിക്കൂർ ഏറി കിടന്ന് കറങ്ങാനുള്ളതാണ്. 1 മണിക്കൂർ ഏറി കിടന്ന് ഇന്നലെ ഏറിയുടെ ഫ്ലൈറ്റാ. തല്ലാൻ പറ്റൂല. ഒരു കഴിഞ്ഞിട്ട് ഇയാളെ മുകളിലേക്ക് പറഞ്ഞേ എന്റെ പട്ടി വരും. എടാ ഇതൊന്നും ശരിയാവൂല. അവൻ മുകളിൽ കിടന്ന് കിടങ്ങും, നമ്മൾ താഴത്ത് കിടന്നിറങ്ങും. നമുക്ക് പോവാം. ഇങ്ങോട്ട് അരിഞ്ഞു തല്ല അമ്മാവ തലക്കടി കളരി ആശാനല്ലേ? കളരി ആശാന മനസ്സിലായല്ലേ? മനസ്സിലായി. കളരി മുറകളൊക്കെ അറിയോ? ഈസി ആയിട്ട് അറിയാം. കളരി സൂര്യ നമസ്കാരം ഒന്ന് കാണിച്ചേ. കാണിച്ചു കൊടുക്കമ്മാവ. എന്നോട് കാണണോ? സൂര്യോ നമസ്കാരം ഉണ്ടല്ലോ. ആരാ ഗുരു? എന്നെ ആര് കണ്ടാലും ഗുരു. ആരാ ആശാൻ? കുമാരനാശാൻ. തിരിച്ചു ചോദിക്കമ്മാവ. കരോട്ടെ പഠിച്ചു തുടങ്ങിയിട്ട് എത്ര കാലം ചോദിക്കമ്മാവ? ഈ കരോട്ടെ പഠിച്ചു തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ ജനിച്ചു വിടുമ്പോഴേ
ഞങ്ങളുടെ നാട്ടിൽ തന്നെ കോച്ചുവാന്നാ പറയുന്നത്. എന്റെ മാനുണ്ടല്ലോ ഒരു 15 ഇഷ്ടി വെച്ചിട്ട് എത്രയോ വട്ടം ഒളിപ്പോര് എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഒരു 4-5 പിള്ളേരും കൂടെ തല്ലാൻ പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 19 ആളുണ്ടാവില്ലേ. ഞാനപ്പോ ഒരു മരത്തിന്റെ മറവിൽ മാറി നിന്ന് എന്റെ പിള്ളേരോട് പോര് പോര് എന്ന് പറയും. ഒളിഞ്ഞു നിന്ന് പോര് പോര് എന്ന് പറയുന്നതാണ് ഒളിപ്പോര് എന്ന് പറയുന്നത്. ഓ പുതിയ തല്ല് തല നോക്കി അടിക്കും. തലക്ക് തലക്ക് കൊടുക്ക് തീർക്കാനാ. ഒരു കാര്യം പറഞ്ഞ പണിയറിയാതെ പണിയാൻ നിൽക്കരുതിട്ടാ വെറുതെ. മുളച്ചിട്ടൊന്നുമില്ല, തല്ലേ വേണ്ട വേണ്ട അല്ല വേണ്ട കുസ്തി വേണ്ട. എന്നാ പോയേക്കാം. പിന്നെ ലോകനാർക്കാവിൽ അമ്മൂമ്മേ എന്നെ കാത്തുകൊള്ളേ. ലോകനാർക്കാവിൽ അമ്മേന്ന് അത് പണ്ട് ആ തള്ളക്ക് വയസ്സായിപ്പോ വെറുതെ കാലുമാനായിട്ട് നിൽക്കാൻ വയ്യ. ഇന്നലെ ചൂണ്ടമാണി എന്നാ പൂഴിക്കടലടിക്കും മലത്തടി. ഈ വെറുതെ ടൈലിൽ എവിടെ കൂടിക്കടലടിക്കാൻ ഈ വയ്ക്കാൻ മലത്തടിക്കെങ്കിലും ചെയ്യും. നാട്ടിക്കല്ലേ കിക്ക് കിക്ക്. അടി അടി അമ്മ കൊല്ലമ്മ കോംപ്രമൈസ് ആക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കിടന്നില്ല. ചവിട്ടി കൊന്നേ. ഞങ്ങള് കോംപ്രമൈസ് ഇനിയും നല്ലുണ്ട്. അടിക്കി നേരായി എന്ത് കാര്യമാണ് ഞങ്ങൾ തമ്മിൽ തല്ലിക്കുന്നത്? അത് ഇവരുടെ തലയിലിരിക്കുന്ന സാധനങ്ങളാണ്. നിന്റെ തലയിൽ എന്ത് സാധനം? ഈ തലയിലൊക്കെ ഇങ്ങനെ വയ്ക്കുന്ന സാധനം. തൊപ്പിയാ? അല്ല. നീ എന്താണ് അവന്റെ തലയിൽ തട്ടിക്കളഞ്ഞു? ഞാനൊന്നും കളയുന്നില്ല. എന്തോ കാട്ടത്തിട്ട് തട്ടിയത്. എന്താ കുഴപ്പം? അമ്മ ഇങ്ങനെ നമ്മളിങ്ങനെ വെക്കൂലേ ഉറപ്പിച്ച് ആ സാധനം ഹെൽമെറ്റ് വെക്കണല്ലേ. പിന്നെന്താണ്? അമ്മ നമ്മളിങ്ങനെ ഇങ്ങനെ വെക്കൂലേ ഉറപ്പിച്ച് വെക്കൂലേ. കിരീടം. കിരീടമൊക്കെ ഞാനെന്താ രാജാവാ. പിന്നെന്താണ്? ഞാൻ നിക്കല്ലേ നിക്കന്നല്ല പിന്നെ ഞാൻ നിക്ക്. മര്യാദക്ക് സംസാരിച്ചു ബിന്ദുക്കാരുടെ ഒറ്റ അമ്മാനെ നിക്കാന്നല്ല പറഞ്ഞത്. പിന്നെ തലയിലിരിക്കണം നിക്കാന്ന്. ഇത് നിക്കാനില്ല. എന്റെ എന്തിനാണ് നീ ചെറുപ്പം മുതൽ നീ അതുകൊണ്ട് അമ്മാവന്റെ കൈക്കിനടിച്ചാ പോടാ. വലിയൊരു കളിയാശാനല്ലേ? കളിയാശാനല്ലേ? ഞാൻ അറിയാശാനം തന്നെ. അമ്മാവ അമ്പലത്തിലെ ശാന്തി വിജയ ശാന്തിനെ വിളിച്ചു പറഞ്ഞ പൊട്ടൻ നിന്റെ അമ്മാവൻ. ശരി ശാന്തിക്കാരനാ? ശാന്തിക്കാരൻ പൊട്ടൻ കൂടാ. കളിയാന്ന് പറഞ്ഞാൽ ശാന്തിക്കാരനാ.
നിന്റെ മാവനാ നിന്റെ അമ്മാവൻ ഒറിജിനലാണോ? അന്നാമൻ കുംഫു കരാട്ടെ ആണോ അമ്മാവ? പിന്നെ നോക്കടാ നോക്കടാ. പിന്നെ മേശരി വിശ്വനാഥൻ. ആ ഞാൻ പറഞ്ഞില്ല കണ്ടിട്ട് അതാണ് കണ്ടപ്പോ തന്നെ നീ വിശ്വസിച്ചില്ലല്ലോ. എടാ പന്നി, ഞാൻ പേടിച്ചിരിക്കുന്നത്. കൽപ്പണിക്കാരാണ് നീ അല്ലേ? അതന്നെ കൂട്ടി 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 മലം കൂട്ടാണ് ഓൻ അനങ്ങൂല. കളിക്കല്ലെന്നിട്ടാ. കൂട്ടി കൂട്ടി ഞാൻ പാടുന്നു. നീ കാണിക്കുന്നേ ഇതൊരു വാർഷികത്തിന്റെ ഭയങ്കര വാർഷികല്ലേ? അത് പോട്ടെ. എന്റെ വീട്ടിൽ പോയി സംസാരിക്കാന്ന് പറഞ്ഞിട്ട് എന്തിന് കളിക്കലുടെ കൂട്ടുകുറുകി കൊണ്ടിരിക്കുകയാണ് നീ. ഇഷ്ടമല്ലാന്ന് അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അടിച്ചു മോനെ. എന്താടാ എന്റെ കാര്യമൊക്കെ സെറ്റായി. എന്താണ്? അവൾക്ക് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ് ആഹാ, അപ്പൊ എന്റെ കാര്യോ? നിനക്ക് അവൾക്ക് ഒരു അനിയത്തിണ്ട്, അവളെ സെറ്റ് ചെയ്ത് തരാം. ഉറപ്പാണ്. പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. ആ, നമുക്ക് പോവാം. പെട്ടുമല്ലോ നമ്മള് എന്ത് ചെയ്യാനാ? ഞങ്ങള് കല്യാണം ആലോചിക്കാൻ വന്നതാ. കല്യാണം അല്ല ഇങ്ങനെ ആലോചിക്കണതല്ല, ഇത് പെട്ടുപോയതാ. ഇപ്പൊ ഇതിലിപ്പോ എന്താ ഒരു വഴി? ചേട്ടാ ഒന്ന് ഊരിത്തരുവോ? ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് നോക്കട്ടെ. ഒച്ചയുണ്ടാക്കല്ലേ, നോക്കട്ടെ. ഇതാരുടെ കയ്യത്? ഈ കയ്യാതെ ഈ കയ്യാതെ ഞാനിതൊന്ന് ഊരാൻ നോക്കട്ടെ. ഞങ്ങളിവിടെ വരുന്ന നീ എന്റെ അടുത്ത് കൊണ്ടേ ഇത് വെറുതെ പ്രശ്നമുണ്ട്. നിങ്ങൾ എന്ത് കാണിക്കണേ? എന്റെ കൈ ഈ മോതിര കയ്യാതെയാ? അതെന്റെ ഇതാരെ പിടിച്ചത്? ഞാൻ അവൻ മോതിരം തക്കാൻ വന്നേക്കണം. ഓ പിടിക്കണം. താഴെ മാറിയത്. അല്ല ഇതിപ്പോ ഒന്ന് ഊരിത്താ ചേട്ടാ. അതല്ല 5 മണിക്ക് അമ്പലം തുറക്കാൻ ശാന്തിയാണ് അമ്പലത്തിലെ. ഈ മേശപ്പടിയുള്ളതാ. ഇവരെന്താ ഒരു വഴി? ഇതിന്റെ കാലത്ത് ഇതിപ്പോ വേറെ ആരെ വിളിക്കാതിന്? ഇതേ വെറുതെ ഇരുന്നൊരു പൂട്ടിട്ടാണ്. പൂട്ടിടാനേ അറിയുള്ളൂ, തുറക്കാനേ അറിയില്ല. അയ്യോ, ഇപ്പൊ ഇത് വേറെ ആരെങ്കിലും ഉണ്ടോ കഴിക്കാൻ പറ്റുന്നത്? ഒരാളുണ്ട്, എന്റെ അച്ഛൻ. പിന്നെ അയാളെ വിളിക്കാലോ. പുള്ളി അങ്ങനെയൊന്നും വരൂലെന്നേ. അതെന്താ വാശിക്കാരനാണോ? അതൊന്നും നല്ലടോ. പുള്ളി ചത്തിട്ട് 10-15 കൊല്ലായി. പിന്നെ ആരോട് പറയരുത് കഴിക്കാനായിട്ട്. പിന്നെ അറിയണത് എന്റെ ഒരു വല്യച്ഛൻ. അന്ന് വലിയച്ഛനെ വിളിക്കാലോ, ഞാൻ വിളിച്ചുകൊണ്ട് വരാം. വല്യച്ഛൻ തീരെ വരില്ല. അതെന്താ വാശിക്കാരനാണോ അയാള്? പുള്ളി തളർന്ന് കിടക്കണോ. ആഹാ, അതെ. എടാ ഇതുപോലൊരു പൂട്ടിട്ടിട്ടേ അച്ഛനും വല്യച്ഛനും ഇതുപോലൊരു പൂട്ടിട്ടതാണ്. എന്നിട്ട് അതിന് എന്താ ഉണ്ടായെന്ന് വെച്ചാല് പൂട്ടഴിക്കാൻ പറ്റിയില്ല. എന്നിട്ട് അച്ഛൻ മരിച്ചുപോയി. അപ്പൊ വലിയച്ഛനോ? വല്യച്ഛൻ തളർന്നും പോയി. അത് കൊള്ളാം. ഇനിയിപ്പോ വേറെന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. അമ്മാമ്മ പോയില്ലേ? ഇത് വലിയ ആ, ചേട്ടാ കല്യാണമൊക്കെ സെറ്റ് ആയിട്ടാ വന്നം. അപ്പൊ ശരി, ഞങ്ങൾ 3 ഫുള്ള് മേടിച്ചിട്ടുണ്ട്, അതൊന്ന് സെറ്റ് ആക്കിട്ട് വരാം. അത് കൊള്ളാലോ. അത് ആരാ കെട്ടഴിച്ചേ? അത് 3 പുള്ളികൾ പറഞ്ഞില്ലേ? പോയിക്കോട്ടെ, കൂടണ്ട. കൂടണ്ട. താങ്ക് യു. കെട്ട് കഴിച്ചതിന്റെ രഹസ്യം എല്ലാവർക്കും മനസ്സിലായല്ലേ?